ജാൻ എസ് മീഡിയയുടെ വചനജ്യോതിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സഭ വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്നു. കേരളത്തിൽ എറണാകുളം ജില്ലയിലെ പുല്ലുവഴിയിൽ പൈലി ഏലീഷ ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമത്തെ മകളായി മേരിക്കുഞ്ഞ് 1954 ജനുവരി 29 ജനിച്ചു. മാതാപിതാക്കൾ ഉത്തമ കത്തോലിക്ക വിശ്വാസത്തിലും ദൈവഭക്തിയിലും മകളെ വളർത്തി. അനുദിനം കുടുംബ പ്രാർത്ഥനകളിലും ദിവ്യബലിയിലും മേരിക്കുഞ്ഞ് ഉത്സാഹപൂർവ്വം പങ്കെടുക്കുമായിരുന്നു. ഇടവകയിലെ മരിയൻ സൊഡാലിറ്റിയിൽ അവൾ സജീവ പ്രവർത്തകയായിരുന്നു. മേരിക്കുഞ്ഞ് 1972 ജൂലൈ 3 തൻ്റെ 18ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭയിൽ ചേർന്നു. 1974 മെയ് 1 റാണി മരിയ എന്ന നാമം സ്വീകരിച്ച് പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. 1980 മെയ് 22 നിത്യവ്രത വാഗ്ദാനവും ചെയ്തു. ഉത്തരേന്ത്യയിൽ നിന്നും അവധിക്ക് വന്ന മിഷണറിമാർ സാഹസികത നിറഞ്ഞ പ്രേക്ഷിത ദൗത്യങ്ങളെക്കുറിച്ച് വിവരിച്ചത് സിസ്റ്റർ റാണി മരിയയുടെ മനസ്സിൽ ആവേശം നിറച്ചു. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ അവൾ തീരുമാനമെടുത്തു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉത്തർപ്രദേശിലെ ബിജ്നോർ പ്രേക്ഷിത രംഗത്തേക്കുള്ള തൻ്റെ നിയോഗം സന്തോഷത്തോടെ അവൾ ഏറ്റെടുത്തു. സിസ്റ്റർ റാണി മരിയ 8 വർഷത്തോളം ബിജ്നോർ രൂപതയിൽ സേവനമനുഷ്ഠിച്ചു. ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി അവൾ അഹോരാത്രം അധ്വാനിച്ചു. സിസ്റ്റർ റാണി മരിയ തുടർന്ന് 9 വർഷത്തോളം മധ്യപ്രദേശിലെ സാച്ന രൂപതയിൽ പ്രവർത്തിച്ചു. ആദിവാസികളുടെ പുരോഗമനത്തിനും യുവതലമുറയുടെ വിദ്യാഭ്യാസത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ദരിദ്രരെ ഭൂവുടമകളുടെ ചൂഷണത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി സ്വാശ്രയ സംരംഭങ്ങൾക്ക് രൂപം കൊടുത്തു. സിസ്റ്ററുടെ നല്ലൊരു ക്രിസ്തു സാക്ഷ്യം അനേകരെ ക്രിസ്തുമതത്തിലേക്ക് അടുപ്പിച്ചു. സിസ്റ്റർ റാണി മരിയ സ്നേഹിതരുടെ ഇടയിൽ ഇൻഡോർ റാണി എന്ന് അറിയപ്പെട്ടു. അന്യായമായി ജയിലിൽ അടയ്ക്കപ്പെട്ടവരുടെ മോചനത്തിനും പുനരധിവാസത്തിനും പദ്ധതികൾ നടപ്പിലാക്കി. സിസ്റ്ററുടെ നിർഭയമായ പ്രവർത്തികൾ ഭൂവുടമകളുടെയും എതിരാളികളുടെയും കൂടുതൽ രോഷത്തിന് ഇടയാക്കി. 1995 ഫെബ്രുവരി 25 ഇൻഡോറിലേക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യവേ സഹയാത്രികരുടെ മുൻപിൽ വച്ച് ശത്രുക്കളുടെ പ്രേരണയാൽ സാമുന്ദർ സിംഗ് സിസ്റ്റർ റാണി മരിയയെ മൃഗീയമായി കൊലപ്പെടുത്തി. 14 കുത്തുകളും 40ഓളം മുറിവുകളും സിസ്റ്റർ റാണി മരിയയുടെ ശരീരത്തിലുണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്തുവിനെ പ്രതി ധീരരക്തസാക്ഷിയായ ഭാരതത്തിലെ പ്രഥമ വനിതാ രക്തസാക്ഷിയായി സിസ്റ്റർ റാണി മരിയ. സിസ്റ്റർ റാണി മരിയയുടെ കബറിടത്തിലുള്ള പ്രാർത്ഥനയും മാധ്യസ്ഥവും അനേകർക്ക് അത്ഭുതങ്ങളുടെ അനുഭവമായി. യഥാർത്ഥ അത്ഭുതം നടന്നത് സ്വാമി സദാനന്ദയുടെ ആത്മീയോപദേശങ്ങളുടെ ഫലമായി റാണി മരിയയുടെ ഘാതകനായ സാമുന്ദർ സിംഗ് മാനസാന്തരപ്പെട്ടപ്പോഴാണ്. റാണി മരിയയുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും സാമുന്ദർ സിംഗിനോട് ക്ഷമിക്കുകയും അയാളെ അവരുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ സ്വീകരിക്കുകയും ചെയ്തു. കാരുണ്യവർഷത്തിൻ്റെ സമാപനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സിസ്റ്റർ റാണി മരിയയുടെ രക്തസാക്ഷിത്വം അംഗീകരിക്കുകയും അവളെ വാഴ്ത്തപ്പെട്ടവളാക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു. 2017 നവംബർ 4 ഇൻഡോറിൽ വച്ച് വിശുദ്ധരുടെ നാമകരണത്തിനു വേണ്ടിയുള്ള തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ കർദിനാൾ ആഞ്ചലോ അമാത്തെ സിസ്റ്റർ റാണി മരിയയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ.